ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ തെങ്കാശിയിൽ നിന്നും ശങ്കരൻകോവിൽ വഴി നമ്മുടെ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്ന് നല്ലൊരു ലോങ് റൈഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് റൂമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തു. അപ്പോൾ സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ ഞാൻ ആദ്യം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നടന്നെത്തി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആദ്യം പോകേണ്ടത് നമ്മുടെ അഗ്നിതീർത്ഥം, അവിടെയാണ് പോയി കുളിച്ച് ഒന്ന് സ്നാനം ചെയ്തിട്ട് വേണം അമ്പലത്തിനകത്തേക്ക് പോകാൻ. അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ ക്ഷേത്രത്തിനടുത്ത് നടന്ന് കടലിൻ്റെ ബംഗാൾ ഉൾക്കടലിനടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അഗ്നിതീർത്ഥം. ഇവിടെ സ്നാനം ചെയ്തിട്ട് വേണം നമ്മൾ അമ്പലത്തിന് അകത്തേക്ക് പോകാൻ. അപ്പം ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിനടുത്തുനിന്ന് ഞാൻ നടന്നാണ് വന്നത്. അപ്പം അങ്ങനെ വരാൻ പ്ലാനുള്ളൊരു ഓട്ടോ വിളിച്ച് വരുന്നതായിരിക്കും നല്ലത്, കാരണം അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെയാണ് ഒരു മുണ്ടും ഒരു തോർത്തും മേടിച്ച് അപ്പം ഡ്രസ്സ് മാറി ഒന്ന് സ്നാനം ചെയ്തിട്ട് വേണം, ശുദ്ധിയായിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയിട്ട്. 22 കിണറുകളുണ്ട്, അതായത് 22 തീർത്ഥങ്ങൾ. അപ്പോൾ ആദ്യ തീർത്ഥമായ അഗ്നിതീർത്ഥം ഇതാണ്, ബാക്കി 22 തീർത്ഥക്കിണറുകൾ അകത്താണ്. അപ്പോൾ നമുക്ക് ആദ്യം വേഷമൊക്കെ മാറി സ്നാനം ചെയ്ത് ശുദ്ധിയായിട്ട് അകത്തേക്ക് കയറാം. ഞാനങ്ങനെ അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കയറി. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. ആ ഒരു ഭാഗത്തായിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് കാണുന്നത്. അവിടെ കുറച്ചൊരു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പോകാം. അവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെയുണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് ഇതാണ് മെയിൻ ഒരു കവാടം തീർത്ഥത്തിലേക്കുള്ള. അപ്പോൾ ഇതിലെ ആളുകൾ ഇറങ്ങി സ്നാനം ചെയ്ത്. അപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ക്ലോക്ക് റൂമിൽ ചെന്നിട്ട് കിറ്റ് എവിടെയെങ്കിലും വെക്കണം. ഇതാണ് ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴി. വഴിയുടെ ഇരുവശങ്ങളായിട്ട് ശംഖുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഇത് കണ്ടില്ലേ, ശംഖുകൊണ്ടുള്ള കുറേ സാധനങ്ങൾ, പിന്നെ രുദ്രാക്ഷം, അങ്ങനെ കുറേ കടകൾ ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തുണ്ട്. ഇതാണ് ഈസ്റ്റ് ടവർ എൻട്രൻസ്. അപ്പോൾ നമ്മൾ പടിഞ്ഞാറേ സൈഡിൽ കൂടിയാണ് നടന്ന് കടലിലങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഇതിലേ വേണം അകത്തേക്ക് കയറാൻ. നമ്മളിത് അഗ്നിതീർത്ഥ സ്നാനം കഴിഞ്ഞ് വന്ന വഴി അതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇവിടെ നേരത്തെ പറഞ്ഞില്ല ഈസ്റ്റ് ടവർ എൻട്രൻസ്. ഇതെന്ന് വെച്ചാൽ ദർശനത്തിന് പോകുന്നതാണ്. ഇവിടെ സ്പെഷ്യൽ ദർശനമാണ്. ടിക്കറ്റ് 100, 200 എന്ന് പറഞ്ഞ് അപ്പുറത്താണ് ഫ്രീ. അവിടെ ഫ്രീ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടുന്ന് വരുമ്പോഴത്തേക്കും റൈറ്റ് കയറിയിട്ട് വേണം നമ്മുടെ ബാക്കി 22 സ്നാനക്കിണറിലേക്ക്, തീർത്ഥക്കിണറിലേക്ക് പോകാനുള്ളത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ നോർത്ത് വേ എൻട്രൻസ്. നമ്മൾ ഇതുവഴി വേണം തീർത്ഥക്കിണറിലേക്ക് പോകാൻ. ഇവിടെ പുറത്ത് ആളുകൾ കണ്ടില്ലേ, തൊട്ടിയായിട്ടൊക്കെ. നമുക്ക് വേണമെങ്കിൽ അവരെ ഹയർ ചെയ്യാം. അപ്പോൾ അവർ നമ്മളെ എല്ലാ തീർത്ഥക്കിണറും കൊണ്ടുപോയിട്ട് ഇതുപോലെ തലയിലൂടെ വെള്ളം ഒഴിച്ച് തരും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഹയർ ചെയ്ത് നല്ലതായിരിക്കും തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ള കാരണം എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. എന്തായാലും അകത്തേക്ക് കാണാം. നോർത്ത് എൻട്രൻസ് വഴി അകത്ത് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണ് ഇത് കണ്ടില്ലേ. ഇവിടെ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം അറിഞ്ഞത്. ഇതിനകത്ത് നമ്മൾ ഈ തീർത്ഥസ്നാനം ചെയ്യുന്നതിന് ടിക്കറ്റ് എടുക്കണം, 25 രൂപയാണ്. ഞാനാണെങ്കിൽ ഈ തീർത്ഥ സ്നാനം ചെയ്യേണ്ട കാരണേ പേഴ്സൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഭാഗ്യത്തിനൊരു ആളുടെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് 50 രൂപ മേടിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു വഴി കയറുവാണ്. അപ്പം വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം വെച്ചാൽ എന്തെങ്കിലും പൈസ കൈ വെച്ചോണം, ഒരു പ്ലാസ്റ്റിക് കവറിന് എന്തെങ്കിലും ആക്കിയിട്ട്. അപ്പോൾ നമുക്കിത് അകത്തേക്ക് കയറാം. ഇത് കണ്ടില്ല, ഒരുപാട് തൊട്ടികളൊക്കെ. ഇത് ഇങ്ങനെ സ്നാനം ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഇവിടെ ആളുകൾ കാണാം, അവരാണ് സ്നാനം ചെയ്യിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരോട് പറഞ്ഞ് ഞാൻ നേരത്തെ പോലെ ഹയർ ചെയ്യുന്നവർ ഇവർ തൊട്ടിയായിട്ട് വരും. നമ്മളെവിടെ ചെയ്ത് തലവടി വെള്ളം ഒഴിച്ചു. രാമേശ്വര ദ്വീപിലും പരിസരങ്ങളിലായിട്ട് 64 തീർത്ഥങ്ങളുണ്ട്. നമ്മൾ ഈ രാമേശ്വരത്ത് വരുമ്പോഴും അല്ലെങ്കിൽ ധനുഷ്കോടി പോകുന്ന വഴിയിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ സൈൻ ബോർഡ്സ് കാണാം. ഒരുപാട് തീർത്ഥക്കുളത്തിലേക്കുള്ള അല്ലെങ്കിൽ തീർത്ഥങ്ങളുടെ സൈൻ ബോർഡുകൾ കാണാം. ഇതിൽ പ്രധാനപ്പെട്ടത് 24 എണ്ണമാണ്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പോയി സ്നാനം ചെയ്തിട്ട് വന്ന ബംഗാൾ ഉൾക്കടൽ അഗ്നിതീർത്ഥം. ഇത് കണ്ടുള്ള 22 എണ്ണമാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള 22 തീർത്ഥക്കിണറുകൾ. അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ തീർത്ഥക്കിണറിനും ഓരോ പ്രത്യേകതകളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ഉണ്ട്. ശ്രീരാമൻ്റെ ആവനാഴിയിലെ 22 അമ്പുകളെയാണ് ഈ 22 തീർത്ഥക്കിണറുകളെ സൂചിപ്പിക്കുന്നത്. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നാണ്
രാമനാഥ സ്വാമി ക്ഷേത്രം. യഥാർത്ഥത്തിൽ 64 എണ്ണം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതും ഐശ്വര്യവും വിശുദ്ധമായി കണക്കാക്കപ്പെടുന്നതാണ് 12 എണ്ണം. അതിൽ ഒരെണ്ണമാണ് ഈ രാമനാഥ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഉള്ളത് ഇവിടെയാണ്, ഈ ക്ഷേത്രത്തിലാണ്. ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇവിടെ 2 ശിവലിംഗങ്ങളുണ്ട്. ഒന്ന് മണ്ണിൽ നിർമ്മിച്ച രാമലിംഗവും ഒന്ന് ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗവും. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്തെന്നാൽ, രാമരാവണ യുദ്ധം കഴിഞ്ഞ് രാമൻ രാവണനെ വധിച്ചതിന് ശേഷം ഹനുമാനും സീതാദേവിയൊക്കെ ആയിട്ട് രാമേശ്വരത്ത് വരികയും ബ്രാഹ്മണനായിരുന്ന രാവണനെ വധിച്ചത്, അത് ബ്രാഹ്മണ ഹത്യ ഭയങ്കര പാപമായിരുന്ന കാരണം അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി ശിവഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ശിവലിംഗം വേണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ശിവലിംഗം ഇല്ലാതിരുന്നതിനാൽ ഹനുമാനോട് പറയുകയും, അതായത് കൈലാസത്തിൽ പോയി ശിവലിംഗം കൊണ്ടുവരാൻ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഹനുമാൻ പോയിട്ട് വരാൻ കുറേ സമയം എടുത്തത് കാരണം സീതാദേവി കടലിലെ മണൽ കൊണ്ടൊരു ശിവലിംഗം നിർമ്മിച്ചു. അതാണ് രാമലിംഗം. രാമലിംഗം നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയം കൊണ്ട് ഹനുമാൻ ഒരു ശിവലിംഗമായിട്ട് രാമേശ്വരം എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ 2 ശിവലിംഗങ്ങളുള്ള, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീതാദേവി മണലിൽ നിർമ്മിച്ച രാമലിംഗവും ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗവും. ഞാനിപ്പോൾ സ്നാനം കഴിഞ്ഞ് പുറത്തിറങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്രസ്സെല്ലാം പുറത്ത് ക്ലോക്ക് റൂമിലായത് കാരണം നമ്മൾ ഈ ഒരു നനഞ്ഞ ഡ്രസ്സുമായിട്ട് തൊഴാൻ കയറ്റത്തില്ല. ഇല്ലെങ്കിൽ നമുക്ക് സ്നാനം കഴിഞ്ഞിട്ട് അതുവഴി തന്നെ നമുക്ക് ഭഗവാനെ തൊഴാൻ പോകാം. ഞാൻ സൗത്ത് ഒരു വഴിയുണ്ട്, എക്സിറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് പുറത്തിറങ്ങി ഡ്രസ്സ് മാറിയിട്ട് വേണം വീണ്ടും ഈസ്റ്റ് എൻട്രൻസ് വഴി കയറി തൊഴാൻ പോകാൻ. ഇന്ത്യയിലെ 4 ദിവ്യസ്ഥാനങ്ങളിലൊന്നാണ് രാമനാഥ സ്വാമി ക്ഷേത്രം. മറ്റ് 3 ബദ്രീനാഥ്, പുരി, ദ്വാരകയാണ്. ഈ രാമേശ്വരം ഒഴിച്ച് ബാക്കി 3 സ്ഥലത്തും വിഷ്ണു ഭഗവാനാണ് പ്രതിഷ്ഠ. എന്നാൽ രാമേശ്വരത്ത് ശിവഭഗവാനാണ്. നമ്മൾ കിഴക്കേ നടവഴിയാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് പോകേണ്ടത്. വടക്കേ നടവഴിയാണ് നമ്മൾ തീർത്ഥക്കിണറുകളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പടിഞ്ഞാറേ നടയിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്നത്. അതായത് റോഡുകൾ നമ്മൾ ടൗണിൽ നിന്നും അല്ലെങ്കിൽ വരുന്നത് പടിഞ്ഞാറേ നടയിലേക്കാണ്. അതിൻ്റെ നേരെ പുറകിലായിട്ടാണ്, അതായത് കിഴക്കേ നടവഴിയാണ് നമുക്ക് അഗ്നിതീർത്ഥ സ്നാനം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഞാനങ്ങനെ തൊഴുത് കഴിഞ്ഞതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഏകദേശം 1.5-1.25 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം വരുന്നവരുടെ ഒരു ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ വരണം നല്ലത്. കാരണം ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഒരു പീക്ക് ടൈമാണ്, അതുകൊണ്ടാണ് അത്രയും തിരക്ക് വന്നതെന്ന് പറഞ്ഞു. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ഇത്രയും ക്യൂ കാണത്തില്ലെന്ന് അറിഞ്ഞു. ഇത് കണ്ടില്ലേ, 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ 1.5-1.25 മണിക്കൂറോളം വെയിറ്റ് ചെയ്തെങ്കിൽ ഫ്രീ ടിക്കറ്റിന് എത്ര നേരം വെയിറ്റ് ചെയ്യണമായിരിക്കും അല്ലേ. ഏതായാലും അങ്ങനെ നമ്മുടെ രാമേശ്വരം രാമനാഥ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.